തിരുവനന്തപുരം മംഗലപുരത്ത് LPG ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായി. വാതക ചോർച്ചയില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വഴി തെറ്റി സർവീസ് റോഡ് വഴി വന്ന ടാങ്കറാണ് മറിഞ്ഞത്. AK സ്റ്റെഫിൻ ഉണ്ട്. സ്റ്റെഫിൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? വാതക ചോർച്ചയില്ല എന്നുള്ളത് ആശ്വാസമാണ്. കൂടുതൽ വിവരങ്ങൾ. പൂജ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ സർവീസ് റോഡ് വഴിയായിരുന്നു ഈ ടാങ്കർ ലോറി വന്നത്. അതിനിടയിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്നു ലോറി. ശക്തമായ മഴയും ഉണ്ടായിരുന്നു. ഈ ശക്തമായ മഴയിൽ മണ്ണിൽ താഴ്ന്ന ടാങ്കർ ലോറി മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വാതക ചോർച്ച ഇല്ലാത്തത് വലിയ ആശ്വാസമാണ്. തുടർന്ന് ഇന്ന് രാവിലെയാണ് പോലീസ് സ്ഥലത്ത് എത്തിയത്. ഡ്രൈവർ നാമക്കൽ സ്വദേശി എറ്റിക്കൺ 65 വയസ്സുകാരനാണ്. പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് ഉണ്ട്. അതോടൊപ്പം വാതക ചോർച്ച ഇല്ലാത്തതിനാൽ ഇത് എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വാതക ചോർച്ച ഇല്ലാത്തത് ആശ്വാസമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം ഉയർത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഈ വാഹനം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. ഇപ്പോഴും വാഹനം അവിടെ തന്നെ ഉണ്ട്. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും ഈ വാതകം ചോർച്ച ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെയാണ് പുരോഗമിക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.